അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സിലബസ് പണ്ടത്തെ പോലെയല്ല, പാറ്റേൺ പണ്ടത്തെ പോലെയല്ല, സ്ട്രക്ചർ പണ്ടത്തെ പോലെയല്ല, വെയിറ്റേജ് പണ്ടത്തെ പോലെയല്ല, കുറച്ച് മാറ്റങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്, കാറ്റഗറി നമ്പർ 01/2026 എന്ന പേരിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അതായത് ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്ഷൻസിൽ ഒന്നാണ് ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ. ഇത് നമ്മുടെ 15-ാം തീയതി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ജൂൺ മാസം 14-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. പിന്നെ കറക്ഷൻ വിൻഡോ 16-ാം തീയതി ഓപ്പൺ ആവും, 17-ാം തീയതി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്ന ഡേറ്റുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളുടെ വേക്കൻസീസിലേക്ക് വന്നു കഴിഞ്ഞാൽ 11,127ഓളം വേക്കൻസീസ് ഉണ്ട്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. OBC ആണെങ്കിൽ 3 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 5 വയസ്സ് വരെയും, എക്സ് സർവീസ്മെന്റിന് അവരുടെ സർവീസ് അനുസരിച്ചൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കണ്ണിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രെയിൻ ഓടിക്കുന്ന ജോലി ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ഒന്നാമത്തെ മാറ്റം, പണ്ടൊക്കെ എൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മറ്റു GK ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ പഠിച്ച് ഒരുപാട് സമയം നിങ്ങൾ കളയണമെന്നായിരുന്നെങ്കിൽ ഇനി തൊട്ട് അങ്ങനെ വേണ്ട. അതായത് നമ്മുടെ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും, CBT 1-ന് പണ്ടത്തെ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സമയവും നെഗറ്റീവ് മാർക്കിങ്ങും ഒക്കെ സെയിം ആണെങ്കിൽ പ്രധാന മാറ്റം നമ്മളുടെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു ഭാഗം എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ജനറൽ അവയർനെസ് സെക്ഷൻ ഇനി മുതൽ ഉണ്ടാവില്ല. അതായത് നമ്മളുടെ CBT 1-ന്റെ സിലബസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, റീസണിങ്, സയൻസ് എന്നീ സബ്ജക്റ്റുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം പണ്ടത്തെ പോലെ തന്നെ 75 ക്വസ്റ്റ്യൻസ് ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് വരും. 1 അവറിന്റെ എക്സാം ആണ്. ക്വാളിഫയിങ് ആണ് CBT 1. പണ്ടത്തെ പോലെ തന്നെ, പക്ഷെ എന്ത് പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പൊളിറ്റി പഠിച്ചും ഹിസ്റ്ററി പഠിച്ചും ജോഗ്രഫി പഠിച്ചും കറണ്ട് അഫെയർ പഠിച്ചും ഒന്നും സമയം കളയണ്ട. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ITI ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതായത് നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റുകൾ, മാത്സ്, റീസണിങ് സബ്ജക്റ്റുകളൊക്കെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ CBT 1 സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഒരുപാട് GK ക്ലാസ്സുകൾ കണ്ട് സമയം കളയണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അത്. കാരണം സാധാരണ എല്ലാവരുടെയും ഒരു മാർക്ക് കളയുന്ന ഒരു ഭാഗവും അല്ലെങ്കിൽ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഭാഗവും ഒക്കെ GK ആയിരുന്നു. അത് എടുത്ത് കളഞ്ഞതോടുകൂടി നമുക്ക് എന്താണ് നല്ലൊരു അഡ്വാൻറ്റേജിൽ ഇപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെറ്റർ, ഞാൻ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു GK എടുത്ത് കളഞ്ഞത്. ഇനി നമ്മുടെ CBT 2-ലേക്ക് വരുമ്പോൾ അവിടെയും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. CBT 2-ന്റെ പാർട്ട് B ആസ് യൂഷ്വൽ നമ്മുടെ ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് പാർട്ട് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയും 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1 അവറിന്റെ എക്സാം ആണ് വരുന്നത്. ഇതിലെ സബ്ജക്ട് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എന്താ പറയുക, നിങ്ങൾ ഏത് ട്രേഡാണ് പഠിച്ചത്? ഇപ്പോൾ ITI ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്ട്, അതായത് നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റും. ആ ചൂസ് ചെയ്തിരിക്കുന്ന ട്രേഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഇതും മിയർലി അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, അല്ലാതെ സ്കോർ കണക്കാക്കില്ല. നമ്മളുടെ പ്രധാനപ്പെട്ട സ്കോർ കണക്കാക്കുന്ന സ്റ്റേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBT 2-ന്റെ പാർട്ട് A ആണ്. ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കാണ് ആക്ച്വലി കൗണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഫൈനൽ മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ CBT 2-ന്റെ പാർട്ട് Aയുടെ സ്കോറാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, നമ്മുടെ ബേസിക് സയൻസ് ഉണ്ട്. അതായത് CBT 1-ൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണോ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ CBT 2-നും കൂടി ചേർത്ത് നല്ല പക്കയായിട്ട് അഡ്വാൻസ് ലെവൽ അങ്ങ് സാധനം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആണോ എന്ന് നോക്കണ്ട. പിന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക്സ് ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു പാർട്ട് A-ൽ ഉണ്ടാവുക. ഇതാണ് ആക്ച്വലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനം. നിങ്ങൾ എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനം ഇതാണ്. റാങ്ക് ലിസ്റ്റ് ഉറപ്പാക്കുന്നതും ഇതാണ്. 100 ക്വസ്റ്റ്യൻസിന്റെ ഒരു പരീക്ഷയാണ്, 90 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ CBT 2-ന്റെ പാർട്ട് A-ക്ക് 70% വെയിറ്റേജും ഇതിന് ശേഷം വരുന്ന നമുക്കൊരു CBAT ടെസ്റ്റ് ഉണ്ട്. CBAT ടെസ്റ്റ്, ഈ ഒരു ടെസ്റ്റിനും 30% മാർക്കും കൂടി ചേർത്തായിരുന്നു ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്തത്. പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള പുതിയ റൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ CBAT ടെസ്റ്റിന് 50% വെയിറ്റേജ് വരുന്നു. അതുപോലെ തന്നെ ഈ CBT 2-ന്റെ പാർട്ട് A ടെസ്റ്റിനും 50% വെയിറ്റേജ്. അതായത് ഈക്വൽ വെയിറ്റേജ് ആണ് ഇനി മുതൽ ഉണ്ടായിരിക്കുക. അതൊന്ന് പ്രധാനപ്പെട്ട ഒരു വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങളൊന്നാണ്. പണ്ട് 70-30 ആണെങ്കിൽ ഇപ്പോൾ 50-50 എന്ന രീതിയിലേക്കാണ് ഇതിന്റെ വെയിറ്റേജ് മാറിയിരിക്കുന്നത്. ഇതും എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാരണം
വെറുതെ പഠനത്തിനേക്കാൾ ഉപരി നമ്മുടെ സ്കില്ലും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് നോളജ് അതല്ലെങ്കിൽ ആ ജോലിക്ക് എന്താണോ വേണ്ടത് അത് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വന്നിരിക്കുന്ന ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ വരികയുള്ളൂ. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലാണ് നിലവിലെ സിലബസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് ആരും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലടാ. എല്ലാവരും നല്ല അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ALP പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കണം, അതും വളരെ കുറച്ച് സമയത്തിൽ ക്രാക്ക് ചെയ്തെടുക്കണം. സൂപ്പർ നോട്ട്സിന്റെ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് CBT 1+ ടെസ്റ്റ് ബാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. നിങ്ങൾക്ക് ഈ CBT 1+ ടെസ്റ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് CBT 2 പഠിപ്പിക്കില്ലെന്ന്. നിങ്ങൾക്ക് CBT 2 ആ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളെല്ലാം ചേർത്തിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. സോ CBT 1 അതുപോലെ തന്നെ CBT 2 ആ ഒരു കോമൺ സബ്ജക്ട്സും കൂടി കവർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണിത്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പരമായിട്ടുള്ള സബ്ജക്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും. മാത്സ്, റീസണിംഗ്, സയൻസിലൊക്കെ നല്ല ഏറ്റവും മികച്ച ക്ലാസ്സുകളും നോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കോളാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും ഡെമോ നോട്ട്സും ഒക്കെ കാണാൻ പറ്റും. വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വിളിച്ചോ 8281223366 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിലേക്ക്. ഇനി ലോക്കോ പൈലറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. ഫ്രീ മെന്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ മെന്റർഷിപ്പിനെ കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ITIയും ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്താ പറയുക വെറുതെ ഈ ചെറിയ ചെറിയ സാലറിക്കൊക്കെ പോയിട്ട് സമയം കളയരുത്. ഇത് ഒരുപാട് അവസരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല അവസരങ്ങളിലൊന്നാണ് റെയിൽവേയുടെ ഈ ഒരു പരീക്ഷ. 50,000 രൂപയോളം മിനിമം സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. നിങ്ങൾ ബേസിക് പേ നോക്കരുത്, കാരണം നിങ്ങൾക്ക് റണ്ണിങ് അലവൻസ് ഉണ്ട്. റെയിൽവേക്ക് ഇത്ര കിലോമീറ്റർ ഓടുന്നതിന് റണ്ണിങ് അലവൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ലോക്കോ പൈലറ്റിനോട് വേണമെങ്കിൽ ചോദിച്ചോ, മിനിമം ഒരു 50,000 ഉറപ്പായിട്ടും വാങ്ങിക്കും. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ് ലോക്കോ പൈലറ്റിൻ്റെത്. അപ്പോൾ അവസരങ്ങളൊന്നും മിസ്സാക്കി കളയരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏതൊക്കെ സോണാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സംശയങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്ന ദിവസം ചാനലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും മറക്കാതെ കാണുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോടാ. കൂടാതെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. സോ ടെലിഗ്രാം ചാനലും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.